നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റിയുമാണ്. അപ്പം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണ് എന്ത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അതിലത്തെ ഏതെങ്കിലും ടേം എന്താണെന്ന് പറയുന്നത് ഓരോ നമ്പറിനെയും നമ്മൾ ടേംസ് എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ? അത് ഏതെങ്കിലും ഒന്നോ രണ്ട് നമ്പർ ടേംസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലത്തെ മിസ്സായിട്ടുള്ള ടേംസൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 11. ഇത് വെച്ചിട്ട് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 11. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അടുത്തടുത്ത രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് കോമൺ ഡിഫറൻസ്. 11 - 1 = 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ 11 + 10 21, 21 + 10 31 എക്സെട്ര. ഇത് വളരെ ഈസി ആയിരുന്നു. ഇനി നമുക്ക് വേറൊരു സീക്വൻസ് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് ടേം വന്നിട്ട് 1 തന്നെയാണ്, പക്ഷേ തേർഡ് ടേം ആണ് എന്ത് 11. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം നമുക്കറിയില്ല, തേർഡ് ടേം ആണ് 11. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ബാക്കിയുള്ള ടേംസുകളൊക്കെ കണ്ടുപിടിക്കാം? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പം സെക്കൻഡ് ടേം കിട്ടി. അപ്പോൾ നമുക്കറിയില്ല സെക്കൻഡ് ടേം എന്താണെന്നും അറിയില്ല, കോമൺ ഡിഫറൻസ് എന്താണെന്നും അറിയില്ല. സെക്കൻഡ് ടേമിൻ്റെ കൂടെ വീണ്ടും ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് എത്തിയത്? നമുക്ക് തേർഡ് ടേം കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ തേർഡ് ടേമിൽ എത്തണത്? ഒരു പ്രാവശ്യം ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ അവിടെ എത്തി, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്തപ്പോൾ നമ്മൾ തേർഡ് ടേം എത്തി. അതായത് 2 പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ തേർഡ് ടേം കിട്ടും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടേം അല്ലേ? ഇത് ഫസ്റ്റ്, ഇത് തേർഡ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3. ഇത് തേർഡ് ടേം എന്ന് പറയുമ്പോൾ 3, ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 3 - 1 = 2. അപ്പോൾ 2 ടൈംസ് അവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് നമ്മൾ തേർഡ് ടേമിൽ എത്തിയത്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഫസ്റ്റ് കോമൺ ഡിഫറൻസ് അല്ല, ഈ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 11 - 1 = 10. അപ്പോൾ 10 ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ല. ഈ 10 എന്ന് പറയുന്നത് ഇവിടെ 2 പ്രാവശ്യം അവിടെ കോമൺ ഡിഫറൻസ് ആണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ടൈംസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ നമുക്ക് തേർഡ് ടേമിൽ എത്താൻ. അപ്പോൾ നമുക്ക് ഈ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 കിട്ടും. ആ 5 ആണ് ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേം ആണെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസിനെ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. അപ്പോൾ 1ൻ്റെ കൂടെ നമ്മൾ 5 ആഡ് ചെയ്യുമ്പോൾ 6. ഇനി 6ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ 11, 11ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 16. കണ്ടോ? അങ്ങനെ നമുക്ക് നമ്മുടെ ഈ സീക്വൻസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫസ്റ്റ് ടേമും ഫോർത്ത് ടേം ആണെങ്കിലോ അവ തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 4 - 1 3. അപ്പോൾ നമുക്ക് അവ തമ്മിലുള്ള ആദ്യം ഡിഫറൻസ് കാണണം. അതിനുശേഷം ആ നമ്പറിനെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. പിന്നെ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഇത് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റീസാണ് പേജ് നമ്പർ 15 കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ആക്ടിവിറ്റീസും കൂടി ഒന്ന് ചെയ്യാം. നോക്കിയേ, ഇവിടെ നമുക്ക് സെയിം നമ്പർ തന്നെ 24 42, അതിലെ ചില ടേമുകൾ തന്നിട്ടില്ല. അത് നമ്മൾ സർക്കിളായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടേം 24, സെക്കൻഡ് ടേം 42, തേർഡും ഫോർത്തും നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. വളരെ ഈസിയാണ്. ഇവ അടുത്തടുത്ത 2 ടേം നമുക്ക് തന്നിരിക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ടെൻഷനില്ല, ഡയറക്റ്റ് കോമൺ ഡിഫറൻസ് കാണുക, അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ 42 - 24 എന്ന് പറയുമ്പോൾ എത്ര വരിക? കോമൺ ഡിഫറൻസ് 18. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് എന്ത് കിട്ടി? 18 കിട്ടി. അത് നമ്മുടെ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് നമുക്ക് തേർഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 18. അപ്പോൾ സെക്കൻഡ് ടേം എന്താണ്?
തേർഡ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം 42 ആണ്, അതിൻ്റെ കൂടെ 18 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 60. അതുപോലെ ഫോർത്ത് ടേം അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 60യുടെ കൂടെ അഗെയിൻ നമുക്ക് ഈ 18 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 78 എന്ന് കിട്ടി. അപ്പോൾ 24, 42, 60, 78. അപ്പോൾ ആ 2 ടേം കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ടേം ആയിട്ടാണ് 24 തന്നിരിക്കുന്നത്, തേർഡ് ടേം 42. ഫസ്റ്റും ഫോർത്തും കണ്ടുപിടിച്ച് കൊടുക്കണം. പക്ഷെ നമുക്ക് തന്നെ 24ഉം 42 എന്താണ്? അടുത്തടുത്ത 2 ടേമാണ്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ത് തന്നെ വരിക? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ സെയിം എന്ത് തന്നെ വരും? 18 തന്നെ വരും. 42 മൈനസ് 24 ഈസ് ഈക്വൽ ടു 18. കാരണം എന്താണ്? അടുത്തടുത്ത 2 ടേമാണ് അല്ലേ. അപ്പോൾ 18. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് മുന്നത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 18 അവിടെ എന്ത് ചെയ്യണം? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 24 മൈനസ് 18. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ മുന്നോട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കാനായിട്ട് ആഡ് ചെയ്യാം, പിന്നിലോട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഫോർത്ത് ടേമാണ് പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഫോർത്ത് ടേം എന്ന് പറയുമ്പം തേർഡ് ടേം അറിയാം 42, അതിൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് 18 ആഡ് ചെയ്യുമ്പം 60. അതാണ് നമ്മുടെ ഫോർത്ത് ടേം. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ സെയിം ഇത് തന്നെയാണ്. ഫസ്റ്റും സെക്കൻഡും തന്നിട്ടില്ല, തേർഡും ഫോർത്തും ആണ് നമ്മുടെ 24ഉം 42. അപ്പോൾ നമ്മുടെ സെയിം കോമൺ ഡിഫറൻസ് എന്ന് തന്നെ വരിക. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഈ 18 തന്നെ വരിക അല്ലേ. അടുത്തടുത്ത 2 ടേം ആണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യാം. 42 മൈനസ് 24 ഈസ് ഈക്വൽ ടു 18. ഇനി നമുക്ക് പിന്നിലേക്കുള്ള ടേംസ് കണ്ടുപിടിക്കണം, സെക്കൻഡ് ആൻഡ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് സെക്കൻഡ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തേർഡ് ടേമിൽ നിന്ന് നമുക്ക് ഈ 18 സബ്ട്രാക്ട് ചെയ്യണം, കോമൺ ഡിഫറൻസ്. അപ്പോൾ 24 മൈനസ് 18 എന്ന് പറയുമ്പം 6. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ 6, അതിൽ നിന്ന് നമുക്ക് 18 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് -12. 6 മൈനസ് 18 ഈസ് ഈക്വൽ ടു -12. അപ്പോൾ മനസ്സിലായല്ലോ? എളുപ്പമാണ് അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തൊരു 3 ക്വസ്റ്റ്യൻസ്. ഇതുവരെ നമുക്ക് അടുത്തടുത്ത 2 ടേംസ് ആയിട്ടാണ് 24ഉം 42ഉം തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടേം 24ഉം തേർഡ് ടേമാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 42 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണ്? 18 അല്ല. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നമുക്ക് നോക്കാം. 42 മൈനസ് 24 എന്ന് പറയുന്നത് 18 ആണ്. ഇത് ഫസ്റ്റ് ടേമും ഇത് തേർഡ് ടേമാണ്. അപ്പോൾ അവയുടെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 മൈനസ് 1, അതായത് 2 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവയുടെ ഡിഫറൻസുകളുടെ ഡിഫറൻസ് എത്രയായിരുന്നു? 18. അതിന് നമുക്ക് പൊസിഷൻ ഡിഫറൻസ് എത്രയായിരുന്നു? 2. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ആ 9 ആണ് ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അതായത് ഫസ്റ്റ് ടേമിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് വേണം തേർഡ് എത്താൻ അല്ലേ. അതാണ് അങ്ങനെ നമ്മൾ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇനി നമുക്കിവിടെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എളുപ്പമാണ്. സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ടേം എന്തായിരുന്നു? 24. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഇപ്പോൾ 18 അല്ല 9 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കണം അല്ലേ, ലാസ്റ്റ് ടേം. അതായത് ഫോർത്ത് ടേം ചോദിച്ചിരിക്കണം. അപ്പോൾ തേർഡ് ടേം എന്താണ്? 42. അതിൻ്റെ കൂടെ നമ്മൾ ഈ 9 ആഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 51 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേംസ് ആയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? 24ഉം ഇത് 42 ആണ്. 24ഉം 42 തന്നിരിക്കുന്നത്. അപ്പോൾ അഗെയിൻ നമുക്ക് എന്ത് കാണാം? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 42 മൈനസ് 24 എത്രയാണ്? 18. ഇത് നമ്മുടെ സെക്കൻഡ് ടേമും ഇത് നമ്മുടെ ഫോർത്ത് ടേമാണ്. അപ്പോൾ അവയുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 മൈനസ് 2, അതായത് 2. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അവിടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അഗെയിൻ നമുക്കത് 9 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമാണ് തന്നിരിക്കണേ അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ടേം എന്ന് പറയുമ്പോൾ നമ്മളത് സബ്ട്രാക്ട് ചെയ്യണം. കോമൺ ഡിഫറൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 24 മൈനസ് 9. 24 മൈനസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 15. ഇനി നമുക്ക് കാണാനുള്ളത് തേർഡ് ടേമാണ്. തേർഡ് ടേം കാണാനായിട്ട് സെക്കൻഡ് ടേം എന്തായിരുന്നു? 24. അതിൻ്റെ കൂടെ നമ്മൾ ഈ 9 ആഡ് ചെയ്യുക. അപ്പോൾ 33. അപ്പോൾ മുന്നിലേക്കുള്ള ടേം കാണാനായിട്ട് ആഡ് ചെയ്യണം, പിന്നിലേക്കുള്ള ടേം കാണാനായിട്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം, കോമൺ ഡിഫറൻസ്. ഇനി ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇവിടെ നോക്കിയേ, 24 ഫസ്റ്റ് ടേമും 42 ഫോർത്ത് ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടോ, ഫസ്റ്റും ഫോർത്തും ടേം
ഇടയിലുള്ള സെക്കൻഡും തേർഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ 42 - 24 തന്നിരിക്കുന്ന ടേമുകൾ ഏതാണോ അവ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. നമുക്കറിയാം അത് 18 ആണെന്ന്. ഇവയുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് 4th പൊസിഷനിലും ഇത് 1st പൊസിഷനിലാണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 3. അപ്പോൾ 18/3 = 6 ആണ്. ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയാം എത്രയാണ്? 24. അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക, അപ്പോൾ 30. ഇനി നമുക്ക് തേർഡ് ടേം വേണം അല്ലേ? അപ്പോൾ തേർഡ് ടേം = സെക്കൻഡ് ടേം നമുക്ക് കിട്ടി 30 എന്ന്. അതിൻ്റെ കൂടെ അഗെയിൻ 6 ആഡ് ചെയ്യുക, അപ്പോൾ 36 എന്ന് കിട്ടി. അപ്പോൾ കണ്ടോ 24, 30, 36, 42. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് കിട്ടി. ഇതേപോലെ ഏത് ടേംസ് നമുക്ക് തന്നാലും, അപ്പോൾ അടുത്തടുത്ത 2 ടേം വേണമെന്നില്ല, ഇടയിലുള്ള ടേംസുകൾ തന്നു കഴിഞ്ഞാലും നമുക്ക് ആ സീക്വൻസിൽ ബാക്കിയുള്ള ടേംസൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് വേറെ ആക്ടിവിറ്റി ഉണ്ട്, അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്